പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത ഇന്നത്തെ യാത്രകളെ അങ്ങയുടെ മക്കള് കൊതികോടുകൂടി ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൂടിയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്നുണ്ട്. പലരുടെ കയ്യിലും പല രേഖകളും പേനയും ഡോക്യുമെൻറ്റും പരീക്ഷയും പാസ്പോർട്ടും വിസയും വിമാന ടിക്കറ്റും കർത്താവെ കുറേ സർട്ടിഫിക്കറ്റുകളായിട്ട് ആൾക്കാർ നിൽക്കുക മുട്ടനിക്ക് നിശ്ചയം അവരെ അതെല്ലാം രേഖകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവവേദനെ, നീ ആരെ ഇന്ന് കാണാൻ പോകുന്നു, ആരോട് സംസാരിക്കാൻ പോകുന്നതോ, ഏത് തുറക്കാത്ത വാതിലും കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പരിശുദ്ധയുടെ മാധ്യസ്ഥത തുറന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം.
അവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്, കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും പിസ്തുല രോഗികളും RSS രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരും ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകുന്നവരും അതിനെക്കുറിച്ച് പേടിയുള്ളവരും ട്രാൻസ്ഫർ കിട്ടിയവരും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരും പോകേണ്ടി വരുന്നവരും അവർക്കും ഒരു കർത്താവ് സെറ്റിൽമെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ദുർനടപ്പിലായിപ്പോയവർ, തെറ്റായ വഴികളിൽ പെട്ടുപോയവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിത ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ ഹെബ്രായർ 4:16 പറയുന്നുണ്ട്. അപ്പോൾ 4:16 അനുസരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ആ വാഗ്ദാന പേടകത്തെ സമീപിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സമീപിക്കാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യോഗ്യത നമ്മൾ പറഞ്ഞു വിശ്വാസം, 2 വിശുദ്ധി, 3 മാനസാന്തരം, 4 എളിമ വിനയം. 5-ാമത്താണ് ഇന്ന് പറയാൻ പോണത്. എന്താ പറയാൻ പോണത്? അതായത് എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക. അതായത് ദൈവവചനം മുറുകെ പിടിക്കണം. അതാണ് ഒരു യോഗ്യത, 5-ാമത്തെ യോഗ്യത. ആ വചനം എന്ന് പറയുന്നത് സുഭാഷിതം 4:13 എടുത്തേ. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. കർത്താവിൻ്റെ ഉപദേശം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞാനേ എപ്പോഴും ഓർക്കണ കാര്യം എന്നറിയാമോ, നമുക്ക് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 2 തരം ആൺപിള്ളേർ ഇങ്ങനെ സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഓടും, പെൺപിള്ളേർ മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് ഓടും അല്ലേ, മെഴുക് കത്തിച്ച് പിടിക്കണം. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ നമ്മൾ ഓടുകയും ചെയ്യണം. ഈ തിരി നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ തിരി കത്തി തന്നെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടും അസ്വസ്ഥപ്പെട്ടും ചില സമയത്ത് ചില ആൾക്കാരായിട്ട് കയർത്തും ചില ആൾക്കാരായിട്ട് ഇടഞ്ഞും അങ്ങനെ. അപ്പോൾ നിങ്ങൾ അതിന് പേര് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങിയും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടക്കാതെയും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പലപുചാരവും ഒക്കെ ആയിട്ട് കയറി അപ്പോൾ നാശകോശമാകുന്ന ആൾക്കാർ പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ നാശകോശം. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ നാശകോശമായത്. അപ്പോൾ ആൾക്കാർ പറയും ഇനി ഒന്ന് കുംഭസാരത്തിൽ വേണം ഉടമ്പടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരാൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര യുദ്ധമായിരുന്നില്ല ഇവിടെ എന്നൊക്കെ പറയും. അപ്പം ഇതിന് ഇങ്ങനൊരു സിറ്റുവേഷൻസ് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ ഉടമ്പടിക്കാർക്ക് ഓക്കെ അല്ല. എന്താ കാര്യം ഇവിടെ? സുഭാഷിതങ്ങൾ 4:13 എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. അത് നിന്റെ ജീവനാണെന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈശോയുടെ വചനങ്ങളെ പാലിച്ച് പോണ ഒരാളാണെന്ന് തോന്നിയാൽ വരാൻ പോകുന്ന വിഷയം ഈ ദൈവവചനം തന്നെ നമ്മളെ സംരക്ഷിക്കും. അത് തിരിച്ചൊരു സംരക്ഷണം. നമ്മൾ വചനത്തെ സംരക്ഷിക്കണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ വചനം പാലിക്കുക വഴി വചനത്തിന് ഡാമേജ് ആകാതിരി, വചനത്തിൻ്റെ എക്സിക്യൂഷൻ ഡാമേജ് ആകാതിരുന്നാൽ തിരിച്ച് ഈ വചനം തന്നെ നമ്മളെ സംരക്ഷിച്ചോളൂ. ഇപ്പം എന്ത് വിഷയം എന്ന് വെച്ചാൽ വചനം പാലിക്കുമെന്ന് നമ്മൾക്കൊരു നിശ്ചയദാർഢ്യം വരുന്ന ഞാൻ എന്ത് കാലാവസ്ഥയിലും എൻ്റെ ജീവിതം എന്ത് കാലാവസ്ഥയിലും കർത്താവ് വചനം പാലിക്കാൻ എന്നെ സഹായിക്കണം, കർത്താവ് വചനം മറിച്ചൊരു ജീവിതം എനിക്ക് തരരുത് എന്ന് പറഞ്ഞ് നമ്മളൊരു ആഗ്രഹം കർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് കേട്ടിട്ട് നമ്മളെ വചനത്തിൻ്റെ ആ വചനം ജീവിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ കർത്താവ് സംരക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ ദൈവം എന്താ പറഞ്ഞിരിക്കണത്? നമ്മൾ 4:16 പറഞ്ഞിരിക്കുന്നത് വേണ്ട സമയത്ത് കരുണയും കൃപാപരവും എന്നാണ്. അപ്പം കരുണയുണ്ടല്ലോ അവിടെ. അപ്പം നമ്മളെ കരുണയെ ആഗ്രഹിച്ച് കർത്താവിൻ്റെ മുമ്പിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2024 മെയ് മാസത്തിലാണ്. അന്ന് എൻ്റെ മമ്മിയും അനിയത്തി ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്.
അന്നിവിടെ തിരക്കൊക്കെ കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ അമ്മയ്ക്കും അനിയത്തിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇങ്ങനെ തിരക്കൊക്കെ കാരണം ഞാൻ വേഗം വീട്ടിൽ പോവാ, ഇവിടെ ഭയങ്കര തിരക്കല്ലേ പോവുക. എനിക്ക് ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞ് വൈവക്ക് അറ്റൻഡ് ചെയ്യണ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം പോകാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് വേഗം പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് എന്തിനീ ഇത്ര ധൃതി പിടിക്കണ, പയ്യൊക്കെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്തൊരു തിരക്കാണ് അവിടെ, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല, എനിക്ക് ഭയങ്കര തിരക്കൊക്കെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയത്. പക്ഷെ അത് ഞാൻ അപ്പോഴത്തെ ഒരു മമ്മിയുടെ അടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ലാണ്ട് ഞാൻ ഇവിടെ ശരിക്കും വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞ് എൻ്റെ അനിയത്തി 12th ഫുൾ A+ഓടെയൊക്കെ പാസ്സായി. എനിക്ക് ഡിഗ്രി ആണെങ്കിൽ A ഗ്രേഡോടെ ഞാൻ പാസ്സായി. അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് ഞാൻ 2024 തന്നെ CMA എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്ത്. CMA USA ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് എല്ലാ എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ജൂണിലാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യണത്. ടെൻഷൻ കാരണം ഞാൻ ജാനുവരി ഫെബ്രുവരി വിൻഡോ സ്കിപ്പ് ചെയ്ത് മെയ് ജൂൺ വിൻഡോയിലേക്ക് ഞാൻ ഡേറ്റ് എടുത്ത്. മെയ് 28 ഞാൻ ഡേറ്റ് എടുത്ത്. മെയ് മാസം ഫസ്റ്റ് വീക്ക് ഒരു 4th ആയപ്പോൾ മമ്മിയും ആൻറ്റിമാരൊക്കെ ഇവിടെ വരാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് മടിയുള്ള കാരണം എന്നെ വിളിച്ചില്ല. കാരണം ഞാൻ എക്സാം എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വരില്ല എന്ന് വിചാരിച്ച് മമ്മിയും അനിയത്തിയും കൂടി ഇവിടെ വന്ന് ഞാൻ എൻ്റെ ആവശ്യമൊക്കെ ഇവിടെ മമ്മിയുടെ അടുത്ത് എഴുതി കൊടുത്താണ് വിട്ടത്, അമ്മയുടെ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ച് മെയ് 28 ഞാൻ ആ സമയത്ത് കോഴിക്കോട് ട്രിവാൻഡ്രമാണ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ കോഴിക്കോടാണ് ഡേറ്റ് എടുത്തിരുന്നത്. അപ്പോൾ മെയ് 27 നമുക്ക് പോകണം. മെയ് 28 ഉച്ചക്ക് 1:30 ഞങ്ങളുടെ എക്സാം തന്നെ. അങ്ങനെ മെയ് 28 പ്രാർത്ഥിച്ചൊരുങ്ങി ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും കൂടി എക്സാമിന് പോയി. 100 MCQസും 3 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യണം. അതും 50 എണ്ണം കറക്റ്റ് ആയാലാണ് നെക്സ്റ്റ് വിൻഡോ ഓപ്പണായി വരുള്ളൂ. അത് SA വിൻഡോ ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് SA ഓപ്പണായി കിട്ടണം എന്നുള്ളത് മാത്രമേ, എനിക്ക് എക്സാം എങ്ങനെയായാലും SA ഓപ്പണായി കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ 100 MCQs 3 മണിക്കൂറിൽ ഞാൻ പയ്യെ ഇരുന്ന് വന്നപ്പോഴേക്കും 60 ക്വസ്റ്റ്യൻ ആയപ്പോൾ എൻ്റെ 60 ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും 3 മണിക്കൂറിൽ ഏകദേശം അരമണിക്കൂർ ഇനി എനിക്ക് ബാക്കിയുള്ളൂ. അരമണിക്കൂർ 3/4 മണിക്കൂർ എനിക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് തീർക്കാൻ പറ്റുമോയെന്നറിയില്ല. ഞാൻ പിന്നീടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കുത്തി 100 MCQs തീർക്കണമെന്നുള്ള ഇതിൽ കുത്തിയാണ് വിട്ടാൽ. അങ്ങനെ 96ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും എൻ്റെ വിൻഡോ ക്ലോസ് ആയി. കാരണം 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓപ്പൺ ആവില്ല. കാരണം വലിയ കാര്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. 50 എണ്ണം കറക്റ്റ് ആവണമല്ലോ അടുത്ത വിൻഡോ ഓപ്പൺ ആവാൻ. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കണേ നോക്കിയപ്പോൾ അടുത്ത വിൻഡോ എൻ്റെ ഓപ്പണായി. എങ്ങനെയോ എൻ്റെ 50 എണ്ണം കറക്റ്റായി. അടുത്ത വിൻഡോ എനിക്ക് ഓപ്പണായി വന്ന്. അത് SA വിൻഡോയാണ്. എനിക്ക് SA പഠിച്ചൊരു ക്വസ്റ്റ്യൻ പോലും വന്നില്ലെങ്കിലും എനിക്ക് SA ഓപ്പൺ ആയതിൻ്റെ സന്തോഷമായിരുന്നു ആ സമയത്ത്. ഞാൻ SA ഞാൻ പഠിച്ച് വരാത്തതിലുള്ള വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് SA ഓപ്പൺ ആയതിൻ്റെ സന്തോഷമായിരുന്നു. പക്ഷേ ഈ SA ഓപ്പൺ ആയാലും നമ്മൾ ഈ എക്സാം ഫെയിലാവാനും പാസ്സാകാനും അത് ആ ക്രൈറ്റീരിയ ഒക്കെ ഒത്തു വന്നാലേ നമ്മൾ പാസ്സായി പോകുള്ളൂ. അങ്ങനെ എക്സാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്ന്. പക്ഷേ എക്സാം ഇത്ര ടഫായിട്ടും ഞാൻ പാസ്സാകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ മടിയുള്ള ആളൊന്നുമല്ല, എന്നാലും മാതാവിൻ്റെ അടുത്ത് ഞാൻ സ്പെഷ്യലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഈശോയോടും എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. കൃപാസന മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ല. അങ്ങനെ സാധാരണ SA ഓപ്പണായി കഴിഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോഴാണ് റിസൾട്ട് വരുള്ളൂ. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയില്ല, മെയ്യിൽ എഴുതിയ എക്സാം ജൂൺ 28 ഒരു മാസം തികഞ്ഞ ആ സമയത്തുള്ളിൽ തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് വന്ന്. ഞാൻ പാസ്സായില്ല, ഫെയിലായി. അപ്പം എനിക്ക് ആകെ സങ്കടം, എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ആദ്യമായിട്ട് തോൽവി ഞാൻ നേരിട്ട് കണ്ടിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇനി എക്സാം എഴുതണം. കാരണം ഒരു എക്സാമിന് ഏകദേശം 30,000 രൂപ, അതായത് ഒരു 25-26 ആ റേഞ്ചിലാണ് എക്സാം ഫീസ് തന്നെ. ആദ്യത്തെ അറ്റംപ്റ്റിൽ മാത്രമേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പം ആ ആദ്യത്തെ അറ്റംപ്റ്റാണ് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഇനി എഴുതണമെങ്കിൽ ഏകദേശം 45-40 ആ റേഞ്ചിൽ വരും എന്നുള്ള ഇതിൽ ഞാൻ ആകെ വിഷമിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ പപ്പയും മമ്മി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇത് നിയോഗമായിട്ട് കണ്ടാൽ മതി. മമ്മി അപ്പോൾ പറഞ്ഞ്
ഇത് നിയോഗമായിട്ട് കണ്ടാൽ മതി, ഉടമ്പടി എടുക്കാനുള്ളൊരു നിയോഗമായിട്ട് കണ്ടാൽ മതി, എന്തായാലും പോയി ഉടമ്പടി എടുക്കുക, അതിനുള്ള നിയോഗമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഓഗസ്റ്റോടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരണത്. ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ആ ടൈം ആയപ്പോഴേക്കും അടുത്ത വിൻഡോ, അതായത് പൊതുവേ ഡിസ്കൗണ്ട് കിട്ടാറില്ല സെക്കൻഡ് അറ്റംപ്റ്റിന്, പക്ഷേ എൻ്റെ എസ്സേ ഓപ്പണായിട്ട് ഞാൻ ഫെയിലായത് കാരണം സെക്കൻഡ് അറ്റംപ്റ്റ് തൊട്ടടുത്ത വിൻഡോയിലാണ് ഞാൻ എഴുതണമെങ്കിൽ എനിക്ക് ഒരു ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നുണ്ട്. IMA എനിക്കൊരു ഡിസ്കൗണ്ട് തരണുണ്ട്. അത് ഏകദേശം ഒരു സെയിം ഫസ്റ്റ് അറ്റംപ്റ്റ് വന്ന അതേ പൈസയൊക്കെ തന്നെ ആകുള്ളൂ. 45,000 പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് വന്ന 28,000 തന്നെ സെക്കൻഡ് അറ്റംപ്റ്റിലും വരുള്ളൂ എന്നുള്ളത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കാരണം 45,000 പോയില്ലല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. കാരണം 45,000 രൂപ വരെയും പ്രതീക്ഷിച്ചിട്ട് അത്ര ആയില്ല, 28,000 ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിൽ എൻ്റെ എക്സാം ഫീസ് വന്നത്. അങ്ങനെ ഞാൻ തൊട്ടടുത്ത വിൻഡോ തന്നെ എഴുതി, കാരണം ആ ഡിസ്കൗണ്ട് തൊട്ടടുത്ത വിൻഡോയിലേ കിട്ടുള്ളൂ. അത് സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ ആയിരുന്നു. അങ്ങനെ ഞാൻ ഒക്ടോബർ 7 ഡേറ്റ് എടുത്താൽ എനിക്ക് ഒക്ടോബർ 7 എടുക്കാൻ വലിയ മടിയായിരുന്നു. കാരണം ഒക്ടോബർ ലാസ്റ്റ് വരെ ടൈം ഉണ്ടായിട്ട് ഒക്ടോബർ 7 ഇച്ചിരി അടുത്തായി പോവോ, ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ വരും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായി. പക്ഷേ പിന്നീട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട. അപ്പോൾ ഡിസംബർ 7 എന്നുള്ളത് നല്ലൊരു സൈനായിട്ട് കണ്ട് ഞാൻ ഒക്ടോബർ 7 തന്നെ പോസിറ്റീവായിട്ടിരുന്ന് എക്സാമിന് വേണ്ടി പഠിച്ച് അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ആദ്യം വന്ന അയാൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ എൻ്റെ പോലെ തന്നെ പാസ്സായില്ല. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞങ്ങൾ രണ്ടും പിന്നെയും ഒക്ടോബർ 7 കോഴിക്കോട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി പോയി. ഇതേപോലെ ഒക്ടോബർ 7 ഉച്ചക്ക് 1:30 എക്സാം. എനിക്ക് രാവിലെ ഇപ്പോൾ ഭയങ്കര ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാണാൻ, എനിക്ക് എന്ത് ചെയ്തിട്ടും ബുദ്ധിമുട്ട് മാറണില്ല. ഞാൻ അമ്മയുടെ ഉപ്പ് എടുത്തിട്ട് എനിക്ക് ഉച്ചക്ക് എക്സാം ഉള്ളത്, അപ്പോൾ രാവിലെ ഉപ്പെടുത്ത് നാക്കിൽ വെച്ചിട്ട് ഇതെനിക്ക് വയറ്റിലെത്തണ മുമ്പ് എൻ്റെ അസ്വസ്ഥത മാറി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച്, അതേപോലെ തന്നെ ആ ഉപ്പ് എൻ്റെ നാക്കിലെത്തി വയറിലെത്തണ മുമ്പ് തന്നെ എൻ്റെ അസ്വസ്ഥത എല്ലാം മാറി കിട്ടി. അങ്ങനെ ഉച്ചക്ക് 1:30 ഞങ്ങൾ എക്സാമിന് വേണ്ടി പോയി. ഞാൻ എക്സാമിന് മുന്നേ പ്രാർത്ഥിച്ച എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ടൈം ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ അറ്റംപ്റ്റിൽ ആദ്യത്തെ 100 MCQ എന്നുള്ളത് 3 മണിക്കൂറിൽ 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എക്സാം തുടങ്ങി എനിക്ക് ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോഴും പാടാണ് എളുപ്പമാണ് ഇത് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാലും എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായി. 3 മണിക്കൂറിൻ്റെ എക്സാം എനിക്ക് 2.5 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എന്നാൽ അരമണിക്കൂർ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത്, അതായത് 3 മണിക്കൂർ കംപ്ലീറ്റ് ആവട്ടെ എന്നുള്ള ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. എക്സാം തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും, സ്വർഗ്ഗസ്നായ എന്ന് പറയുമ്പോൾ എല്ലാം ചൊല്ലും, അമ്മേനോട് പ്രാർത്ഥിക്കും, ഈശോനോട് പ്രാർത്ഥിക്കും. എല്ലാം കഴിഞ്ഞ എക്സാം തുടങ്ങുള്ളൂ. 3 മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇതിനെനിക്ക് എസ്സേ ഓപ്പൺ ആകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അമ്മ എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 100 MCQസിൻ്റെ ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിശ്വസിച്ച പോലെ തന്നെ എൻ്റെ എസ്സേ വിൻഡോ ഓപ്പണായി, രണ്ടാമത് ഓപ്പണായി. ഈ പ്രാവശ്യം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് എസ്സേക്ക് വന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ പഠിച്ച എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഞങ്ങൾ എക്സാമിന് പോണ മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് വരും എന്ന് നമുക്ക് പഠിച്ചിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി വെക്കാം, എന്നിട്ട് അത് തന്നെ വരും എന്ന് വിശ്വസിച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. എൻ്റെ ഫ്രണ്ട് പക്ഷേ അതേപോലെ തന്നെ ആൾ ബൈബിളിൽ എഴുതിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്, ഞാൻ ഇത് വിട്ടുപോയി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ എക്സാമിന് പോണേ മുമ്പാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇത് എഴുതി വെച്ച്, അയാൾ ഈ 12 ക്വസ്റ്റ്യൻ മാത്രമേ പഠിക്കണുള്ളൂ, ഞാനാണെങ്കിൽ 12 ക്വസ്റ്റ്യനും പഠിക്കും, ഒപ്പം വേറെയുള്ള ക്വസ്റ്റ്യൻസും പഠിക്കും. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഞങ്ങൾ വിചാരിച്ചിരുന്ന ക്വസ്റ്റ്യൻ കിട്ടാൻ ഭാഗ്യം വിശ്വാസം കൊണ്ടും എല്ലാം കൊണ്ടും എൻ്റെ ഫ്രണ്ടിനായിരുന്നുകൊണ്ടായിരിക്കണം. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ആൾ വന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ 12 ക്വസ്റ്റ്യൻ തന്നെ ആൾക്ക് വന്നു എന്ന് പറഞ്ഞ് അത് എഴുതി വെച്ചത് തന്നെ. അപ്പോൾ ആളുടെ വിശ്വാസത്തിന് അവിടെ അമ്മ കൂടുതൽ ഊർജ്ജം നൽകുകയാണ് ചെയ്ത. എനിക്കാണെങ്കിൽ എന്നെ കൈവിട്ടില്ല, ഞാൻ പഠിച്ച വേറെ 12 ക്വസ്റ്റ്യൻ എനിക്ക് വരികയും ചെയ്തു. ഞങ്ങളങ്ങനെ എക്സാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഒക്ടോബറിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് ഡിസംബർ ആകുമ്പോൾ വരുള്ളൂ. അപ്പോൾ അടുത്ത വിൻഡോയിൽ ഞാൻ പാർട്ട് 2, അതായത് ഇതിൻ്റെ രണ്ടാമത്തെ എക്സാം എഴുതാൻ വേണ്ടിയിരിക്കുന്ന ടൈമാണ്.
അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡേറ്റ് എടുത്തില്ലെങ്കിൽ ഡേറ്റ് തീർന്നു പോകും എന്നുള്ള കാരണം ഞാൻ ഡിസംബർ ആയപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഡേറ്റ് സ്ലോട്ട് ഓപ്പൺ ആയാൽ മതി എന്നായിരുന്നു. കോഴിക്കോടും ട്രിവാൻഡ്രവും മാത്രം സെൻറ്റർ ഉണ്ടായിരുന്നത്. ഒക്ടോബർ ആ ഒരു മാസത്തോടെ തന്നെ കൊച്ചിയിലും സെൻറ്ററായി. കാരണം ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് കൊച്ചിയാണ് ഏറ്റവും എളുപ്പം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ കൊച്ചിയിലും സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥന എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കൊച്ചിയിലെ സ്ലോട്ട് ഓപ്പൺ ആയാൽ മതി എന്നായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഡിസംബർ 7 ഞാൻ വരണം എന്ന്, കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായ കാരണം എനിക്ക് ഡിസംബർ 7 റിസൾട്ട് വരണമെന്നുണ്ടായി. പക്ഷേ എന്തോ എൻ്റെ ടെസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു ഡിസംബർ 7 എനിക്ക് റിസൾട്ട് വന്നില്ല. അപ്പോഴും ഞാൻ അന്ന് ഇനി അമ്മയുടെ ഇഷ്ടമുള്ള ദിവസം വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസംബർ 11 എനിക്ക് റിസൾട്ട് വന്നു. രാത്രി ഒരു 9:30 എൻ്റെ ഫ്രണ്ട് നോക്കി, ആൾക്ക് റിസൾട്ട് കിട്ടി, ആൾ പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ടെൻഷൻ ഇല്ലാണ്ട് റിസൾട്ട് നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പം ആൾ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഒരു സന്തോഷമായി. കാരണം അപ്പം ഇനി ഞാനും പാസ്സാകും എന്ന് ഞാൻ വിശ്വസിച്ച്. എന്നാലും റിസൾട്ട് എനിക്ക് കിട്ടണുണ്ടായില്ല. 12-12:30 എനിക്ക് റിസൾട്ട് തന്നെ ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് റിസൾട്ട് നോക്കി തന്ന് ആ പാർട്ട് 1 എക്സാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ പാസ്സായി. അതും ഡിസംബർ 11 ഞാൻ പാസ്സായത്. അതുവരെ കൊച്ചിയിലെ സ്ലോട്ട് ഓപ്പൺ ആയെന്നും പറഞ്ഞൊരു മെസ്സേജും വന്നിട്ടുണ്ടായില്ല. ഡിസംബർ 24 ആയപ്പോഴാണ് കൊച്ചിയിൽ എക്സാം സ്ലോട്ട് ഓപ്പൺ ആയെന്നും പറഞ്ഞ് മെസ്സേജ് വരണത്. അങ്ങനെ ഡിസംബർ 24 ആ ഒരു ടൈമോടെ ഈ രണ്ടാമത്തെ പാർട്ടിനും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഡിസ്കൗണ്ടൊക്കെ കൊണ്ട് ഒരു 30,000 29,000 ആ റേഞ്ചിലാണ് രണ്ടാമത്തെ പാർട്ടിനും എക്സാം ഫീസ്. അങ്ങനെ ഞാൻ ഫെബ്രുവരി 22 പാർട്ട് 2 എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് ഇതേപോലെ അമ്മേനോടും ഈശോനോടും ഈ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാരണം ഇത് രണ്ടാമത് ഇനി അറ്റംപ്റ്റിലേക്ക് പോകണത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ ആദ്യത്തെ പാർട്ട് രണ്ടാമത് എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 22 ഞാൻ എക്സാമിന്, അതൊരു സൺഡേ ആണ്. അപ്പോൾ പൊതുവേ സൺഡേ അങ്ങനെ എക്സാംസ് കുറവല്ലേ. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന രാവിലെ കേൾക്കാറുണ്ടല്ലോ ഹൗസ്. അങ്ങനെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന വെച്ചപ്പോൾ അതിൽ ജോസഫ് അച്ഛൻ അന്ന് സ്പെഷ്യലായിട്ട് ഇന്ന് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും അന്ന് എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേർക്കും വേണ്ടി അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോയത്. അന്ന് ഞാൻ പക്ഷേ എനിക്ക് വരേണ്ട 12 essay ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായി. കാരണം പാർട്ട് 1 സമയത്ത് ഞാൻ അത് എഴുതി വെക്കാൻ മറന്നുപോയിരുന്നു. അങ്ങനെ പാർട്ട് 2 ഞാൻ എക്സാമൊക്കെ എഴുതി 100 ക്വസ്റ്റ്യൻസ് 2.5 മണിക്കൂറിനുള്ളിൽ 2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ എസ്സേ വിൻഡോ വീണ്ടും ഓപ്പണായി. അങ്ങനെ എസ്സേ വന്നതെല്ലാം ഞാൻ ബൈബിളിൽ എഴുതി വെച്ച അതേ 12 ക്വസ്റ്റ്യൻ എനിക്ക് വന്ന് എനിക്ക് ഹാപ്പി ആയിട്ട് ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റി. ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന കാര്യം, എനിക്ക് ടൈം ഇത്ര കിട്ടണം, സന്തോഷത്തോടെ എക്സാം ഹോളിൽ നിന്ന് എനിക്ക് ഇറങ്ങി വരാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കറക്റ്റ് എനിക്ക് അതേപോലെ തന്നെ ടൈം എനിക്ക് കിട്ടി. അതേപോലെ എക്സാം ഹോളിൽ നിന്ന് ഹാപ്പി ആയിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇറങ്ങി വരാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ എക്സാമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഈ ജോലി കിട്ടണം. അതായത് ഇപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ CMA കഴിഞ്ഞ് ഇനിയൊരു ജോലിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ എനിക്ക് ജോലി എന്നുള്ളത് ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായ കാരണം എവിടെയെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ കയറാനായിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ ഇനി എനിക്ക് അറ്റംപ്റ്റ് വരില്ല എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പിന് കയറാൻ വേണ്ടി ട്രൈ ചെയ്ത്. അങ്ങനെ ഏപ്രിൽ 1 ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പിനൊക്കെ കയറി. ആ മാസം 15 ആയപ്പോഴാണ് എൻ്റെ പാർട്ട് 2 റിസൾട്ടും വന്നത്. ആ ടൈമിൽ എനിക്ക് ഇത് ഞാൻ പാസ്സാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പോലെ എനിക്ക് ഇനി ഒരു അറ്റംപ്റ്റിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ തോക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കണില്ല. ഞാൻ പാസ്സായി എന്നുള്ള ഇതിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. രാത്രി ഒരു 14 വൈകിട്ട് വന്ന റിസൾട്ട് എനിക്ക് രാത്രിയായിട്ടും കിട്ടിയില്ലെങ്കിൽ ഞാൻ വരണ പോലെ വരട്ടെ എന്നുള്ളത് ഞാൻ കിടന്നുറങ്ങിയൊക്കെ ചെയ്ത് രാത്രി ഒരു 12 മണി 12:30 1 മണിയൊക്കെ കഴിഞ്ഞൊരു 3 മണിയോടെയാണ് എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പാർട്ട് 2 എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ ഞാൻ CMA ക്വാളിഫൈഡ് ആയി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ CMA ഈ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ എന്നെ
ഒരു നിയോഗം പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ പാർട്ട് 1 എന്നെ തോൽപ്പിച്ചത് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് വരാനും ഉടമ്പടി എടുക്കാനുള്ള ഒരു നിയോഗമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പം ഞാൻ അതിൽ ഹാപ്പിയാണ്. അതിന് ഇതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മെയ് 17-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ ഒരു സ്ലൈഡ് ചെയ്യണ ഗേറ്റാണുള്ളത്. അപ്പോൾ വണ്ടി കയറ്റിയിടാൻ വേണ്ടി എൻ്റെ പപ്പ ഗേറ്റ് ഒന്ന് തള്ളിയതാണ്. ഇത് കംപ്ലൈൻ്റ് ഉള്ള ഗേറ്റ് ആയിരുന്നു ഓൾറെഡി. അതിൻ്റെ ഹുക്ക് തള്ളുമ്പോഴുള്ള ആ ഹുക്ക് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതിന് പകരം അത് സ്റ്റോപ്പായില്ല. ആ ഗേറ്റ് നേരെ മറിഞ്ഞു വീണത് എൻ്റെ മേത്തേക്കായിരുന്നു. ആ ഗേറ്റിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് അതിൻ്റെ തല വരെ വന്ന് വീഴാനുള്ള ഹൈറ്റുള്ള ഗേറ്റായിട്ടും അത്രയും നല്ല 6-7 പേര് ചേർത്ത് പൊക്കിയാൽ പോലും ആ ഗേറ്റ് പൊങ്ങാറില്ല. അങ്ങനെ ഒരു ഗേറ്റ് എൻ്റെ മേത്ത് വീണാൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കണത് അത്ഭുതമായിട്ടേ കാണുള്ളൂ. പക്ഷെ ആ ഗേറ്റ് അന്ന് വന്ന് വീഴുമ്പോൾ കണ്ടവരും അവിടെ നിന്നവരൊക്കെ പറയണത് അത് ആരോ കൊണ്ടുവന്ന് താങ്ങി നിർത്തിയ പോലെ എൻ്റെ മേത്ത് വന്ന് എൻ്റെ ഈ അരയുടെ താഴേക്കാണ് ആ ഗേറ്റ് വന്ന് വീണത്. അതും എന്നെ അവിടെ ഞാൻ എണീറ്റ് വീടിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് നടക്കാനും എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും എൻ്റെ ഈ ഇവിടെ നിന്ന് ഭയങ്കര എനിക്ക് ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എനിക്ക് ആ ടൈമിൽ വേണ്ട നാളെ പോവാം, ഇപ്പോൾ കുഴപ്പം. അന്ന് രാത്രി 17-ാം തീയതി രാത്രി ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ പോകണ്ട, പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇനി ചെറിയ കാര്യമാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താകും എന്നറിയാത്തതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ദിവസം ഒരു സൺഡേ ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ എണീറ്റിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഇതെന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ദിവസമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും 5:30 എണീറ്റ് പ്രത്യക്ഷീകരണം പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ആ ദിവസം തുടങ്ങാറുള്ളൂ. അപ്പം ഞാൻ അന്നും 5:30 എണീറ്റ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഒരു 9-9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയുമ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയണത് ഇത് അത്ഭുതം തന്നെയാണ്, ആ ഗേറ്റ് വേണ്ടിട്ടും വേറൊന്നും പറ്റിയില്ലല്ല, ഇത്രയല്ലേ പറ്റുള്ളൂ എന്നാണ് പറയണത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒടിവ കാര്യങ്ങളാ, എല്ലുകൾക്ക് പൊട്ടല ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ആളിങ്ങനെ നിൽക്കാറില്ല, എന്നാലും ഒരു വീക്ക് റെസ്റ്റ് എടുക്കട്ടെ, ചതവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് അന്ന് തന്നെ വിട്ട് എല്ലാ ദിവസവും എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഈ അമ്മയുടെ തൈലവും അതേപോലെ ഉപ്പും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ ഈ തൊടയുടെ ഭാഗത്തായിട്ട് എനിക്ക് നീരൊക്കെ ഉണ്ടായിരുന്നു, ഈ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു, തടിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അമ്മയുടെ തൈലം തേച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറേ കുറവ് വന്നായിരുന്നു. അതേപോലെ തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ എനിക്ക് ആ ദിവസമൊക്കെ എൻ്റെ കാലിന് നീരുള്ള ദിവസങ്ങളായിരുന്നു. അന്ന് ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പ്രാർത്ഥന ചൊല്ലണതിൻ്റെ ഇടയ്ക്ക് തന്നെ അച്ഛനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു തൊടഭാഗത്ത് നീര് കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നു, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ എന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. നാൾ കുറേ എടുത്ത് മാറേണ്ട ഒരു വയ്യായികയായിരുന്നു. അതെൻ്റെ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വർക്കിനൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, ഇത് ഇപ്പോഴൊന്നും മാറേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എൻ്റെ ആ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അസ്വസ്ഥതകളും എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ടും മാറി കിട്ടിയായിരുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതിന് ഞാൻ ഈശോയോടും അമ്മയോടും ഒരുപാട് നന്ദി പറയുന്നു. ഇതേപോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും വലിയതായിട്ട് വരേണ്ട ആപത്തുകളെല്ലാം അമ്മയും ഈശോയും മാറ്റി തന്നിട്ടുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ഞാൻ പൊതുവേ പള്ളികളിലും വീടിൻ്റെ പരിസരത്തും പിന്നെ അക്രൈസ്തവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതലും ഞാൻ പള്ളികളിലും വീടിൻ്റെ പരിസരത്തൊക്കെയാണ് കൊടുത്തേക്കണം. എനിക്ക് പള്ളികളിൽ കൊടുക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയേക്കണം. കാരണം ക്രിസ്ത്യാനികളല്ലാത്തവരാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്നേഹത്തോടെ പത്രമൊക്കെ മേടിക്കാറുള്ളൂ. ഞാൻ ഒരു പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വേറെന്തോ പൈസയൊക്കെ മേടിക്കാൻ ചെന്ന പോലെയാണ് ഈ പത്രം കൊടുക്കുമ്പോൾ അവരങ്ങനെ ബുദ്ധിമുട്ടാണ് കാണിക്കാറ്. എന്നാലും ഞാൻ അത് മൈൻഡ് ചെയ്യില്ല. എനിക്ക് പത്രം കൊടുക്കാനാ നാണക്കേടാ മടിയൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ റിജക്ഷൻ വന്നൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഞാൻ അത് കാര്യമൊക്കെ ഇട്ടില്ല. ഞാൻ തുടർന്നും വേണ്ടാത്തവർക്ക് കൊടുക്കില്ല, വേണ്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അതേപോലെ കാരുണ്യ പ്രവർത്തനം പറയാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ വഴിയോരങ്ങളിലൊക്കെ കാണുന്നവർക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എന്താണോ അതിന് ഞാൻ ഒരു പങ്ക് കൊടുക്കാറുണ്ട്. അതേപോലെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഈശോയോടും അമ്മയോടും എൻ്റെ പ്രാർത്ഥനയോടൊപ്പം നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.
അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ അവരത് പറയാറുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈശോയും അമ്മ മാതാവും നൽകിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയോടും അമ്മയോടും ഞാൻ കോടാനുകോടി നന്ദി പറയും. സങ്കീർത്തനങ്ങൾ 94 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിയ വർഗീസ് എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു തൻ്റെ അനുഭവ സാക്ഷ്യം എന്തായിരുന്നുവെന്ന്. CMA എന്ന പ്രൊഫഷണൽ കോഴ്സ് അതെടുക്കുവാനും അതിനെ തുടർന്ന് കൊണ്ട് താൻ ഒത്തിരിയേറെ മാതാവിനോടും കർത്താവിനോടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും തനിക്കത് ജയിക്കാമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ മകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കാതെ കണ്ട് പ്രാർത്ഥിച്ചോളാം എന്നുള്ള രീതിയിൽ കടന്നു പോകുമ്പോഴും എന്നാൽ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ മകളെ ഒരുക്കുന്നത് ആദ്യത്തെ എക്സാമിൽ CMA എന്ന കോഴ്സിൽ ആദ്യം ഫെയിലാവുകയാണ് ചെയ്യുക. പക്ഷെ തുടർന്നാണെങ്കിലും ഉടമ്പടിയിലെ ഒരു നിയോഗം എന്നോണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുവാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നത് ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് പരിശ്രമം വഴി ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ കടമ്പയിലേക്ക് ഈ മകള് കടന്നു വരികയാണ്. എന്നാൽ മുമ്പോട്ടുള്ള ജീവിതത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ അറ്റംപ്റ്റിനാണെങ്കിലും അത് ആദ്യത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ എക്സാം ഫീസാണെങ്കിലും കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ അത് ഇളവ് ലഭിച്ചുകൊണ്ട് തന്നെ അത് എഴുതുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അത് ഒരു നല്ല വിജയമായിട്ട് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ഡിസംബർ 7 എൽത്താരയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ മകളും ഒക്ടോബർ 7-ാം തീയതി എക്സാം എഴുതുവാനായിട്ട് ഡേറ്റ് എടുക്കുകയും അതേ തുടർന്ന് കൊണ്ട് നല്ലൊരു വിജയം നൽകി പരിശുദ്ധ അമ്മ ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഒരു ചെറിയ അപകടത്തിൽ നിന്നാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണത്തോടു കൂടിയാണെങ്കിലും ഈ മകൾക്ക് ഒരു വലിയൊരു സംരക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അച്ഛൻ്റെ പ്രാർത്ഥനകളാണെങ്കിലും ടോക്കുകളൊക്കെ കേൾക്കുമ്പോഴും അത് വലിയൊരു അനുഗ്രഹങ്ങളായിട്ട് മാറിയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് ഈ മകളെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ മകളെ സഹായിക്കുകയുണ്ടായി. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും ദൈവാനുഗ്രഹങ്ങളാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അൾത്താരയിൽ നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ടും അവിടുത്തെ സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനോർത്ത് തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഗ്രേസി. എൻ്റെ ഓമനപ്പുഴ സെൻറ്റ് ഫ്രാൻസിസ് സേവേഴ്സ് ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെൻ്റെ 2 മക്കളാണ്, അക്ഷയും ആദർശും. ഞാൻ 2020 ജനുവരി മാസം 4-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഇളയ മകൻ 3 വയസ്സ് മുതൽ അവന് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒത്തിരി വലിയ പ്രശ്നങ്ങളായിരുന്നു. അവനും ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് പോലും ഇവനെ അടക്കി നിർത്താൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇവൻ സംസാരിക്കാതെയായി, 3 വയസ്സ് തൊട്ട് ഇവൻ സംസാരിക്കാതെയായി. ഞാൻ ആ സമയമെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ 3 വർഷവും ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ ഇവനെയും കൊണ്ടുപോയി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. 3-ാമത്തെ വർഷം അച്ഛൻ ആ സമയം ഒറ്റമശ്ശേരിയിലെ തങ്കിപ്പള്ളിയിൽ അച്ഛൻ്റെ രാത്രി ആരാധന അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവനെ അന്ന് രാത്രി ആരാധനയിലും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവനെ തലയിൽ കൈവച്ച് അച്ഛൻ ജോസഫ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇവൻ്റെ പെരുമാറ്റത്തിലും എല്ലാം പ്രത്യേകമായൊരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇവൻ സംസാരിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ പിന്നെ ഇവൻ്റെ സംസാരം നിർത്താൻ പറ്റാത്ത രീതിയിൽ അവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ്
3 വയസ്സിൽ അംഗനവാടിയിൽ ചേർത്തപ്പോൾ ഇവന് സ്കൂളിലിരിക്കുവാൻ ഒട്ടും പറ്റത്തില്ല. മറ്റു കുട്ടികൾക്ക് ശല്യം, നാട്ടിലും അയൽവക്കത്തും എല്ലാവരും ഇവനെക്കുറിച്ച് പരാതി മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനെ കൊന്നുകളഞ്ഞേക്കാം എന്ന് പോലും ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇവനെക്കൊണ്ട് സഹിക്കില്ലായിരുന്നു. ഈ അച്ഛൻ അവൻ്റെ തലയ്ക്കായി വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ഒത്തിരി അവന് സൗഖ്യം കിട്ടി. അവൻ ഒരു നല്ല മകനായി ഇപ്പോൾ. പണ്ട് ഇവനെക്കൊണ്ട് എല്ലാവരും പരാതി പറഞ്ഞിരുന്ന അവന് ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ അവനെ വേണ്ടാത്തവരാരുമില്ല. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ ഉത്തരവാദിത്തത്തോടെ, ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാത്ത അവൻ്റെ കൂടെയുള്ള അവൻ്റെ ചേട്ടനേക്കാളും നന്നായിട്ട് അവനിപ്പോൾ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 10 വർഷമായി സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീട് അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. കുറേ നാളുകളായിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒരു മറുപടിയുമില്ലായിരുന്നു. അപേക്ഷയിൽ പെട്ടെന്ന് തീരുമാനം മാതാവ് ഇടപെട്ട്, തിരുക്കുമാരനും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പേര്, ഞങ്ങളുടെ പേര് വരികയും വീട് സ്ഥലവും ഒന്നിച്ച് അനുവദിച്ചു. ആ വീട് പണി നടക്കുന്ന സമയത്ത് 1 രൂപ പോലും കയ്യിലായിരുന്നു. ആദ്യം 40,000 രൂപ അനുവദിച്ചു. ആ പൈസ പോലും ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എൻ്റെ കടങ്ങൾ വീട്ടി. പിന്നീട് പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വിളിച്ച് പണി തുടങ്ങണില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു വഴിയുമില്ല. ആ സമയം ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നതാണ്. അപ്പം എൻ്റെ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് അവരോരോരുത്തരായി പൈസ എല്ലാം തന്ന് ഇതാന്ന് പറയുന്നുമ്പ് ഓരോ ഘട്ടം വീടിൻ്റെ വാർപ്പ്, വീടിൻ്റെ തേപ്പ്, വൈറ്റ് വാഷ്, എല്ലാ കാര്യങ്ങളും ഓരോ മക്കൾ ഏറ്റെടുത്ത് അത്ഭുതകരമായാണ് എല്ലാവർക്കും, ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാവരും പറഞ്ഞു ഗ്രേസിയുടെ മക്കളും ദൈവം അനുഗ്രഹിക്കപ്പെട്ട മക്കളാണെന്ന് അവരെല്ലാവരും പറഞ്ഞു. അതിനിടയ്ക്ക് സ്ഥലം ആദ്യം അനുവദിച്ചപ്പോൾ അതിനിടയിൽ ഒരു തടസ്സം ഉണ്ടായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു വെച്ചാൽ സ്ഥലം കിട്ടാൻ ഒരു തടസ്സം വന്നിട്ടുണ്ട് അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് കാശുരൂപം തന്നിട്ട് പറഞ്ഞു, മോൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിറ്റേ ആഴ്ച തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് തടസ്സങ്ങൾ മാറി. എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ മാറി തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒക്ടോബർ മാസം 11-ാം തീയതി തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി. പിന്നീടാണ് വീട് പണിയെല്ലാം തുടങ്ങിയത്. അതിനുശേഷം ഞാൻ പണ്ട് 10 വർഷത്തിന് മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ബാധ്യത ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ബാധ്യത വർദ്ധിച്ച് 25 ലക്ഷമായി എൻ്റെ പേരിൽ ഒരു ജപ്തി നോട്ടീസ് വന്നു. ഞാൻ ആകെ തകർന്നു പോയി. എനിക്കൊരു വഴിയില്ല, ഈശോയും അമ്മയോടും അല്ലാതെ വേറെ ഒന്നും എനിക്കൊരു വഴിയില്ലായിരുന്നു. ഞാൻ ജപ്തി നോട്ടീസുമായി അന്ന് തന്നെ ഓടി കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ജപ്തി നോട്ടീസ് കാണിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ചു, മോളെ നീ പൊയ്ക്കോ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായിരുന്നു ആ കേസ്, അത് തീർപ്പാക്കൽ കൂടിയായിരുന്നു അതിൻ്റെ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച കാശുരൂപവും ഉപ്പുമായി ആ ഓഫീസിൽ ചെന്നു. അവർ വരുന്നുമ്പ് തന്നെ ഞാൻ ഉപ്പ് അവിടെ ഇട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ആ ഉദ്യോഗസ്ഥന്മാരോട് എൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാം പറഞ്ഞു. എനിക്കൊരു ചതിവ് പറ്റിയത് മൂലമാണ് ആ ബാധ്യതകളെല്ലാം എൻ്റെ പേരിൽ വന്നെന്ന് അവർക്ക് മനസ്സിലായി. മാതാവും ഈശോയും അവിടെ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് എൻ്റെ അവസ്ഥകൾ അവിടെ അവർക്ക് മനസ്സിലാക്കുകയും എന്നോട് കരുണ ഉണ്ടാവുകയൊക്കെ ചെയ്ത്. ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും മാത്രം ഇതാണെന്ന് ഞാൻ ആശ്രയിക്കുന്നത്. എനിക്കൊരു കഴിവുമില്ല, ഒരു യോഗ്യതയുമില്ല. ഈശോയും അമ്മ മാതാവ് ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്കത്. എനിക്ക് ആത്മഹത്യയല്ല, വേറെ ഒന്നും ചെയ്യാൻ എനിക്കില്ലായിരുന്നു. അതിൽ നിന്നും എന്നെ ഈശോയും അമ്മ മാതാവും അതിൽ നിന്ന് ഒഴിവാക്കി എന്നെ രക്ഷിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഈ മകൻ തന്നെ എൻ്റെ ഇളയ മകൻ കഴിഞ്ഞ മാസം ഒരു കാലിലൊരു വലിയൊരു മണ്ണ് നിറച്ച ട്രോളി മറിഞ്ഞ് വീണ് അവൻ്റെ അതിൻ്റെ അടിയിലായി. 2 അസ്ഥികൾ, വലിയ 2 അസ്ഥികൾ ഒടിഞ്ഞു. വണ്ടാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ പറഞ്ഞ് 2 അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട്, 2 അസ്ഥിയും സർജറി ചെയ്യണം, പ്ലേറ്റ് ഇട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 13 ദിവസം അവിടെ കിടന്നു. 10ാമത്തെ ദിവസം സർജറി ആയിരുന്നു. അന്നേരം സർജറിക്ക് കയറ്റിയപ്പോൾ ഡോക്ടർ
ഒരു 10 മിനിറ്റിന് കൊണ്ട് തന്നെ സർജറി ഞങ്ങൾ പേടിക്കുന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 10 മിനിറ്റിന് ശേഷം ആദർശിൻ്റെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു കിറ്റ് കൈ തന്നിട്ട് പറഞ്ഞു ഇവന് 2 അസ്ഥിയുടെ ഓപ്പറേഷനായിരുന്നു. പക്ഷേ ഒരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരു അസ്ഥി അവിടെ കൂടിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ഈ സർജറി കിറ്റ് അമ്മ കൊണ്ടുപോയി കടയിൽ കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ അതിന് നമ്മൾ വാങ്ങിച്ച സാധനം അവർ തിരിച്ചെടുക്കുമോയെന്ന് അറിയില്ലല്ലോ. അത് ഞാൻ ഉടമ്പടി കാശ് രൂപം കൈ പിടിച്ച് ആ കടയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഈ സർജറി വേണ്ടി വന്നില്ല ഒരെണ്ണം, അതുകൊണ്ട് ഇതൊന്ന് എടുത്തിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. അവരതുപോലെ തന്നെ അതിൻ്റെ പൈസയും തിരിച്ചു തന്നു. അങ്ങനെ മാതാവ് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ തിരിക്കുമാരനും അമ്മയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു. എനിക്ക് കാലിന് മുട്ടുവേദന വരുമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഞാൻ പല മരുന്ന് കഴിച്ചിട്ടും ഒന്നും മാറത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മക്കൾക്കും എൻ്റെ ആദർശിനും അക്ഷയ്ക്കും ഞാൻ രാവിലെ എല്ലാ ദിവസവും സ്കൂളിൽ പോകും മുൻപ് 3 തുള്ളി എടുത്ത് നെറുകയിലിടും. തേൻ കൃപാസനം തേനും ഒക്കെ കൊടുക്കും. അതുകൊണ്ട് അവർ അതിൻ്റെ ഒരു ആത്മീയത, ഈ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ അവൻ പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം അവൻ ദിവസവും എൻ്റെ ഒപ്പം ദിവ്യബലിയിൽ ദിവസവും വരികയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പോകും. ബൈബിൾ വായനയും, എനിക്ക് ബൈബിൾ വായനയൊന്നും പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ആത്മീയമായിട്ട് ഒന്നുമില്ലായിരുന്നു. വെറും പൂജ്യമായിരുന്നു ആത്മീയതയിൽ. ഞാൻ ബൈബിൾ എനിക്ക് ഉത്സാഹത്തോടെ വായിക്കുവാനും ദിവസം ഒന്നും മുടങ്ങാതെ വായിക്കുവാനും ഒരു സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ ഞാൻ വായിക്കുകയും 2ാം തവണ വീണ്ടും ഞാനിപ്പോൾ ആദ്യം മുതൽ വായിച്ചു തുടങ്ങിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അത് എപ്പോഴും എനിക്ക് ഈശോയോടും മാതാവിനോട് കൂടെ നിൽക്കുന്ന ഒരനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ട് മാതാവും ഈശോയും ചെയ്തു തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസനത്തിൽ നിത്യവും എല്ലാ മാസവും ഒരു സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ശാക്കോട്ടപ്പാലത്തിൻ്റെ അടുത്താണ് ഞാൻ വീട്ടു ജോലിക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരു ഇച്ചിരി സമയം നേരത്തെ ഞാൻ ഇറങ്ങിയാൽ നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ നടയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കൾക്കും വേണ്ടി ഓരോരുത്തരും എന്നോട് പറയും ഗ്രേസി ഞങ്ങൾക്ക് ഓരോ ദുരിതങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കും. പക്ഷേ എന്തോ എൻ്റെ കഴിവല്ല, എന്നാലും അവർ പറയും ഗ്രേസി മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടി ഗ്രേസി എന്ന് പറയും. ഞാൻ പറയും അത് എൻ്റെ കഴിവല്ല, നിങ്ങളും കൃപാസനത്തിൽ അമ്മയോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി പേര് ഈ ആശുപത്രി കിടന്നപ്പോൾ ഒത്തിരി പേർക്ക് ഞാൻ നിരന്തരം പ്രാർത്ഥനയും ജപമാലയും നടത്തുമ്പോൾ ഒത്തിരി പേര് അക്രൈസ്തവരാണ്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളും. അവരെല്ലാം ഈ ഉപ്പെല്ലാം വാങ്ങിച്ച് അവരും ആ രോഗമുള്ള എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഡിസംബർ മാസത്തിൽ ഗ്രേസിയുടെ വീട്ടിൽ വരും. ഞങ്ങൾ കൊല്ലത്തും അകലെയൊക്കെ ഉള്ളവരാണ്. അവർ പറഞ്ഞ് ഗ്രേസിയുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെയും കൊണ്ടുപോയി കൃപാസനത്തിൽ കൊണ്ടുപോയി ഉടമ്പടി എടുപ്പിക്കാനുള്ള ഇതൊക്കെ ചെയ്തു തന്നെ. ഹിന്ദുക്കളായതുകൊണ്ടാണ് അവർ. അങ്ങനെയൊക്കെ ഒരുപാട് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഒത്തിരി ഈശോയുടെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകരാൻ എനിക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചതും എൻ്റെ കഴിവല്ല, അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ്. രക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി കൊടുക്കും. പിന്നെ രോഗികളെ ചെന്ന് കാണും. അവർക്ക് കഴിയാവുന്ന മരുന്ന് വാങ്ങുന്നതിനുള്ള പൈസയും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും പറയും എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരിതുണ്ട് എന്ന് വെച്ചാൽ ദൈവമേ അവരെ ഒരുപാട് ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കണ്ട് നമ്മളെ ഉയർത്തിക്കൊള്ളും. പ്രാർത്ഥന വേണം എല്ലാവർക്കും എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ആത്മീയ ജീവിതം ഞാൻ കുമ്പസാരവും മാസത്തിൽ 15 ദിവസമാണെങ്കിൽ പോലും ഞാൻ 15 ദിവസം മാസത്തിൽ ഒരു ദിവസം എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കും. കുർബാനയും ഞാൻ പണ്ടൊന്നും കുർബാനയ്ക്ക് ഞായറാഴ്ച പോയെങ്കിലായി എത്രയേ ഉള്ളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ദിവസവും ഞാൻ ദിവ്യബലിക്ക് പോകും. രാവിലെ അഥവാ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകിട്ട് നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന്
അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. സങ്കീർത്തനം 61:1-2 വചനങ്ങളാണ്. മനസ്സ് തളരുമ്പോഴാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ കഴിവുകൾക്ക് അതീതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം ഉടമ്പടിയിലൂടെ നമ്മെ സുരക്ഷിതമായ ഒരു പാറയിലേക്കാണ് നയിക്കുന്നത്. ഉടമ്പടി ആത്മീയ ഉറച്ചിലേക്കുള്ള ഒരു പാറയാണ്. പാറ എന്നത് ദൈവത്തിൻ്റെ ഉറച്ച സംരക്ഷണവും ശക്തിയും ഒരു കൂടെയുള്ള ഒരു സാന്നിധ്യവുമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. സ്വന്തം ശക്തി കൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തപ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാ ധൈര്യവും ശക്തിയും എല്ലാം നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. മേരി ഗ്രേസി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഹൈപ്പർ ആക്റ്റീവായ ഈ മകനെയും കൊണ്ട് ഈ മകൾ പറഞ്ഞതുപോലെ സ്കൂളിലും വീട്ടിലും നാട്ടിലുമെല്ലാം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഒരു മിനിറ്റ് പോലും അനങ്ങാതെ നിൽക്കാൻ സാധിക്കാത്ത ഒരു മകനാണ് ആദർശ്. 3-ാം വർഷം 3-ാമത്തെ വയസ്സിൽ ജോസഫ് അച്ഛൻ്റെ തങ്കിപ്പള്ളിയിൽ രാത്രിയിൽ ആരാധനകൾ നടത്തുന്ന സമയങ്ങളിൽ ആ രാത്രി ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഈ കൊച്ചു മക്കളെയുമായിട്ട് ഈ അമ്മ പോവുകയാണ്. അന്ന് ആ രാത്രി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് ആദർശിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നു മുതൽ ആദർശിൻ്റെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആ ക്യാരക്ടർ മാറുകയാണ്. ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അമ്മ കണ്ണീരൊഴുക്കിയ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയ കൃപാസനം അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളെയുമായിട്ട് ഈ അമ്മ വന്നിരിക്കുകയാണ്. വളരെ നാൾ ബുദ്ധിമുട്ടി, വളരെയേറെ ഹോസ്പിറ്റലുകളിൽ പോയി, സ്കൂളിലും നാട്ടിലുമെല്ലാം ബുദ്ധിമുട്ടായിരുന്ന ഈ മകന് ഇന്ന് ഓമനപ്പുഴയിൽ ആദർശിനെ എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ആദർശിനെ പറ്റി ഇന്ന് ആദർശിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടമായത് ഈശോയുടെയും അമ്മയുടെയും ഒരു കൃപയാലാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് അന്ന് ആ രാത്രി ആരാധനയിൽ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞിന് ആ ഹൈപ്പർ ആക്റ്റീവുള്ള ക്യാരക്ടറിൽ നിന്ന് സൗഖ്യം കിട്ടിയത്. നമുക്കറിയാം 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ഒരുപക്ഷെ അച്ഛൻ്റെ ആത്മീയതയിലുള്ള ആസ്തിയിലാണ് പരിശുദ്ധമ്മ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. രാത്രി കാലങ്ങളിലുള്ള ആരാധനയും അച്ഛൻ ചെയ്തു കൂട്ടിയ ജപമാലകൾ, രാത്രി തോറുമുള്ള പ്രാർത്ഥനകൾ, വചനങ്ങൾ, വായനകൾ, ഈശോയുടെ അമ്മയുടെയും ചേർന്ന് ചിലവഴിച്ച സമയങ്ങൾ, ആ ആസ്തിയിൽ ആത്മീയ ആസ്തിയിലാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ കൈവെപ്പ് ശുശ്രൂഷ അന്ന് ലഭിച്ചതും ആ ആസ്തിയിൽ കൂടെയാണ്. ആത്മീയ ആസ്തിയിലൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മീയ ജീവിതത്തിലെ ഒരു പങ്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഈ മകൾ 10 വർഷമായിട്ടൊരു സ്ഥലവും വീടുമില്ല ആഗ്രഹിച്ചു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയും അമ്മയും ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. പല പ്രാവശ്യവും പേര് കൊടുത്തിരുന്നു പഞ്ചായത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും, പക്ഷേ ഒന്നും ആയില്ല. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം കിട്ടുകയും പക്ഷേ പല തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സം മാറ്റാനായിട്ട് വീണ്ടും ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാണുകയും അച്ഛൻ അനുഗ്രഹിച്ച് ഒരു കാശുരൂപം കൊടുക്കുകയും ചെയ്തു. ആ കാശുരൂപം ആ സ്ഥലത്ത് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത് 10 വർഷം മുൻപ് താൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട 25 ലക്ഷത്തിലേറെ ഒരു സാമ്പത്തിക കടബാധ്യതയാണ്. ആ സ്ഥലത്തിൻ്റെ ജപ്തി നോട്ടീസുമായിട്ടാണ് പിന്നീട് ഈ മകൾ വരുന്നത്. ജീവിതം മുന്നോട്ട് പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല, കയ്യിൽ കാശില്ല, കടബാധ്യത, ജപ്തി പേപ്പർ, ഇനി എന്ത് ജീവിതം എന്നുള്ള ഒരു സമയത്താണ് വീണ്ടും ഈ മകൾ പരിശുദ്ധമ്മയുടെ ഈ ആലയത്തിൽ വന്ന് അച്ഛനെ കാണുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, ജപ്തി നോട്ടീസ് അച്ഛനെ കാണിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ മകളോട് പറഞ്ഞത് മോളെ പേടിക്കണ്ട എന്നാണ്. അങ്ങനെ അച്ഛൻ പറയണമെങ്കിൽ അത് അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. അമ്മ മാതാവും അച്ഛനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഉറപ്പിൽ അമ്മ പറഞ്ഞു കൊടുക്കാതെ അച്ഛനത് പറയില്ല. അതുകൊണ്ട് തന്നെയാണ്
ഈ മകള് മോളെ പേടിക്കേണ്ട എന്ന വചനം കേട്ട്, അച്ഛൻ്റെ ആ വാക്ക് കേട്ട് വിശ്വാസത്തോടെ തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം കേസിൻ്റെ ഫൈനലാണ്. അന്ന് ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് തന്നെ ആ ഓഫീസിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അന്നത്തെ ആ കേസ്, ഫൈനൽ കേസിൽ, ആ കേസിൽ നിന്ന് ഈ സഹോദരി മേരി ഡേയ്സിയെ ഒഴിവാക്കുകയായിരുന്നു. ഈശോയുടെയും അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ നിലവിളി കേൾക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തകർന്ന ആ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണേ എന്ന് മേരി ഡേയ്സിയും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഹൃദയം തകർന്ന മനസ്സുമായി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഈ രണ്ട് മക്കളുമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹവുമായിട്ട് അപ്രാപ്യമായ പാറയിൽ കയറി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പാറമേൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി മക്കൾക്ക് അതാണ് ഉറപ്പ്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തൊക്കെ ഉണ്ടായാലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മേരി ഡേയ്സിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ ആക്സിഡൻറ്റിൽ സംഭവിച്ചതും, ആക്സിഡൻറ്റ് സർജറി 2 സർജറിയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു മെയിൻ സർജറിക്ക് പോയപ്പോൾ, ഓപ്പറേഷന് പോയപ്പോൾ കിടത്തിയപ്പോൾ തന്നെ അന്നേരമാണ് മനസ്സിലാകുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഒരസ്ഥി കൂടിച്ചേർന്നതായിട്ട് കണ്ടത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയൊരു സാന്നിധ്യമാണ്, രോഗസൗഖ്യമാണ്. നമുക്ക് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. മേരി ഡേയ്സിയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൃപാസന അൾത്താരയ്ക്ക് സാക്ഷിയാക്കി ഉയർത്തെഴുന്നേറ്റ് ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ആൻഡോ, എൻ്റെ ഭാര്യ ജൂലിയൻ, മക്കളായ നിയ, കേറ്റ്, ഇമ്മാനുവൽ. ഞങ്ങൾ മുഹമ്മദ് സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചയുടെ ഭാഗങ്ങളാണ്. ഞങ്ങൾ അബുദാബിയിലാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 3ാമത് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 5 വർഷത്തോളം ആയി, പക്ഷേ കുട്ടികളൊന്നും ആയില്ല. വൈഫിൻ്റെ സുഹൃത്തായ സ്വപ്ന എന്ന സിസ്റ്റർ കൃപാസനത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വളരെ ദൂരമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞങ്ങൾ പലതവണ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയിട്ടെങ്കിലും, പലതവണ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ല. ആ സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 11, 2025 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കറക്റ്റ് 60 ദിവസം, 60 ഡേയ്സ് ആയപ്പോഴേക്കും, അതായത് മാർച്ച് 11-ാം തീയതി, മാർച്ച് 11-ാം തീയതി 2025 വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്തു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനയിലും ഉടമ്പടി ബസ്സുകൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയും, വ്യഞ്ജനിച്ച വസ്തുക്കൾ, ഉപ്പ്, തേന് എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മാർച്ച് 11-ന് അത് കൺഫേം ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ, അടുത്ത കുഞ്ഞിന് ഇമ്മാനുവൽ എന്നൊരു പേര് നൽകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് ഈ പേര് വെളിവാക്കി തരണമേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മൊബൈലിൽ ഞങ്ങളുടെ ഒരു പ്രവാസി ഗ്രൂപ്പുണ്ട്, അതിലൊരു മെസ്സേജ് വന്നു, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സെക്രട്ടറി ഇമ്മാനുവൽ എന്ന്. പക്ഷേ എനിക്കത് വിശ്വാസമായി. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നു,
വീണ്ടും മെസ്സേജ് അല്ല, ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് ഇന്ന് ഓഫീസിലേക്ക് പോകാറുള്ളത്. ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഓണാക്കി ഇട്ടേക്കും. പക്ഷേ അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് ഡെയിലി ബ്രെഡ് കഴിഞ്ഞു. അടുത്ത സാക്ഷ്യമായി ഒന്ന് കയറി വന്നത് ഓട്ടോമാറ്റിക്ക് കയറി വന്നു. ആ വ്യക്തി സ്വയം പരിചയപ്പെടുത്തിയത് പേര് ഇമ്മാനുവൽ എന്ന് തന്നെയാണ്. എൻ്റെ പേര് ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു സാക്ഷ്യം തുടങ്ങിയായിരുന്നു. എനിക്കിപ്പോൾ കൺഫേമായി മാതാവും ഈശോ ഇതിൽ ഇടപെട്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയി കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക് വൈഫിന് ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വൈഫ് പറയുന്നത്. എൻ്റെ പേര് ജൂലിയൻ. ഞങ്ങൾ അബുദാബിയിലാണ്. ഇച്ചായൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. രണ്ടാമത്തെ ആൾ ആയതിന് 6 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും രാവിലെ മെഴുകുതിരി വെച്ച പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. അതുപോലെ ഡെയിലി കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകം നിയോഗവും മാതാവിനും കൃപാസന മാതാവിനും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ മൂത്തവരുടെ രണ്ടുപേരും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയിരുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തതും സിസേറിയൻ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, ഇൻഫെക്ഷൻ കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കറിയായിരുന്നു മൂന്നാമത്തതും സിസേറിയൻ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആദ്യത്തെ മന്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ്മ ഉണ്ടായിരുന്നു. എനിക്ക് ആസ്മയൊന്നും നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ ആസ്മാറ്റിക്കായി. പിന്നെ വീണ്ടും 2 സിസേറിയൻ കഴിഞ്ഞതിൻ്റെ മൂന്നാമത്തേതായപ്പോഴേക്കും പ്ലാസൻ്റ ലോ ലൈയിങ് ആയി, അതുപോലെ പ്ലാസൻ്റ അറ്റാച്ചായി, ബ്ലാഡറിനോട് അറ്റാച്ചായി, അങ്ങനെ കോംപ്ലിക്കേഷൻസ് എല്ലാം വന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ അവിടെയൊക്കെയാണ് കാണിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ കോർണിഷ് എന്ന് പറഞ്ഞ അബുദാബിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കണം. അപ്പോൾ 8 മാസത്തിൽ തന്നെ അവനെ എടുക്കേണ്ട വന്നു. അപ്പം അവർ കോംപ്ലിക്കേഷൻ മൂന്നാമത്തത് സിസേറിയൻ ആയതുകൊണ്ടും യൂട്രസും ബ്ലാഡറും അറ്റാച്ച് ആയതുകൊണ്ടും യൂട്രസ് റിമൂവ് ചെയ്യണം, അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ളത് അവർ കൺസെൻറ്റ് എഴുതി മേടിപ്പിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യും. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മൾ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഞാൻ വിചാരിച്ചു ശരിയാ, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് മാതാവ്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒന്നിനെപ്പറ്റിയും ടെൻഷൻ അടിക്കേണ്ട, മാതാവിന് വിട്ടുകൊടുക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ചും ദിവസവും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും വയറിൽ തേച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തൊക്കെ ടെൻഷൻസും എന്തൊക്കെ ഇത് വരുമ്പോഴും വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല. ഞങ്ങൾ മുറുകെ പിടിച്ചു. ഞങ്ങൾക്ക് ദൈവം, ഞങ്ങൾക്ക് ഈശോയും മാതാവും ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കുഞ്ഞിനെയും ഞങ്ങൾ ആക്ച്വലി 2 പിള്ളേർ കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ദൈവം തന്നിയ വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കൃപാസന മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വർക്കിംഗ് പ്രൊമൈസിൽ മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സിന്, പള്ളിയിലും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവരോടും ഞങ്ങളിത് ഈ സാക്ഷ്യം ഞങ്ങൾ മുന്നോട്ടും പത്രം ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പത്രം ഞങ്ങൾ അബുദാബിയിൽ മുസ്തഫ ചർച്ചിൽ ഞങ്ങൾ ഓൾറെഡി ഇത് കൊടുത്തായിരുന്നു. മലയാളം ഇതിലാണ് കൊടുത്തത്. ഞങ്ങൾ മുന്നോട്ടും അത് ഫോർവേഡ് ചെയ്ത് എല്ലാവർക്കും ഇത് ചെയ്യും. അതുപോലെ തന്നെ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ടച്ച് ആകുന്നത്, ഞങ്ങൾ ഈ വിശ്വാസത്തിലോട്ട് വന്നത് ഞങ്ങൾ ഇവിടുത്തെ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഇത്രയും അടുത്തായിട്ട് പോലും, ഞങ്ങൾ ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2025-ലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. പക്ഷേ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾക്കറിയാം മാതാവ് നമ്മുടെ ഇടയിലുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ മാതാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡെയിലി ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴി നമ്മളോട് സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സഹായം അതുപോലെ തന്നെ അവിടെയാണേലും മുസഫ ഇതിലാണേലും നാട്ടിലാണെങ്കിലും ഫ്രണ്ട്സ് കൂടി വന്ന് ആരെങ്കിലുമൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മളിത് ചെയ്യുന്നുണ്ട്. മുന്നോട്ടും അത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും.
അതുപോലെ ഡെയിലി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഇച്ചായൻ രാവിലെ എന്നും പള്ളിയിൽ പോയിട്ടാണ് ഡ്യൂട്ടിക്ക് കയറുന്നത് തന്നെ. ഞാനും എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലും സിസ്റ്റത്തിൻ്റെ താഴെ മാതാവിൻ്റെ ചെറിയ രൂപമുണ്ട്. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു ദിവസം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പങ്കുവെക്കും. ഞങ്ങൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിൽ വളർത്തും. താങ്ക് യു. ജപമാല ഡെയിലി ഞങ്ങൾ ജപമാല ഡെയിലി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഇൻഡിവിജ്വലായിട്ട് ചായന് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് വർക്ക് പ്രമൈസിലായതുകൊണ്ട് രണ്ടുപേരും ബൈബിൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേരെ കൊണ്ടും വായിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരോട് ബൈബിൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ലിസൺ ചെയ്തോന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. അതുപോലെ തന്നെ ധ്യാനം ട്യൂസ്ഡേയ്സിൽ വരുന്ന ധ്യാനത്തിൻ്റെ ഇതും കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഈശോയോടും കൃപാസന മാതാവിനോടും അങ്ങേയറ്റം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. മാതാവ് ഈശോ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139:16 വചനമാണ്. ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ അറിയുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ആരുടെയും ജനനം യാദൃശ്ചികമല്ല, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. 6 വർഷത്തിന് ശേഷമുണ്ടായ കുഞ്ഞാണ് ഇമ്മാനുവൽ. ഈ മകന് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും തന്നെ കാണിച്ചു കൊടുത്ത ഒരു പേരാണ് ഇമ്മാനുവൽ. ഈ അച്ഛനും അമ്മയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ മെസ്സേജ് കണ്ടപ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതിന് ശേഷം വന്ന ഒരു സാക്ഷ്യം ഇമ്മാനുവൽ എന്നൊരു വ്യക്തിയുടേതായിരുന്നു. അപ്പോൾ തന്നെ ഒരു അടയാളം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ഓരോ കൃപാസനത്തിലെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഇമ്മാനുവൽ എന്ന ഒരു പേര് വരികയും അവിടെ ഒരു കൺഫർമേഷനായിരുന്നു, ഇവർക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേര് പണ്ടെങ്ങോ ആഗ്രഹിച്ച ഒരു പേരാണ് ഇമ്മാനുവൽ, ആ പേര് തന്നെ നൽകാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 11-ാം തീയതി ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 11 ഈ മകൾ കൺസീവ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അമ്മയുടെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹമാണ് ഈ കുഞ്ഞ് ഇമ്മാനുവൽ. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞതുപോലെ എല്ലാ കാരുണ്യ പ്രവൃത്തികളും നിബന്ധനകളനുസരിച്ചാണ് പാലിച്ചത് ഉടമ്പടി മക്കൾ. കൃപാസനം അമ്മയുടെ തട്ടിൽ തന്നെയുള്ള ഈ മക്കളാണ്. പക്ഷെങ്കിൽ ഒരാവശ്യ നേരത്തെ ആരോ പറഞ്ഞു കൊടുത്തു കൃപാസനത്തെപ്പറ്റിയും നിയോഗങ്ങളെപ്പറ്റിയും. പിന്നീട് യൂട്യൂബ് വഴിയാണ് ഈ മക്കൾ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കൃപാസനം യൂട്യൂബ് മറ്റുള്ളവർക്ക് പങ്കുചേർന്നുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ കൂടെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് യൂട്യൂബ് അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽ ചാനലായ FRVP ജോസഫ് കൃപാസനം എന്ന ചാനലിൽ കൂടിയാണ് സാക്ഷ്യങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് പങ്കു ചെയ്യുകയും ചെയ്തത്. അത് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞ യൂട്യൂബിൽ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ യൂട്യൂബ് വഴിയാണ് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മക്കൾ ശ്രമിച്ചത്. പിന്നീട് ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വറി ചെയ്തപ്പോഴും ടെൻഷനായിരുന്നപ്പോഴും
വൈഫ് പറഞ്ഞു കൊടുത്തത് നമ്മൾ ഉടമ്പടിയിലാണ് നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെയും സംരക്ഷണം ഉറപ്പാണ്. ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തു തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തും. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് തന്നെ ആ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെ നടുവിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിച്ചത് ഞാൻ ഉടമ്പടിയിലാണ് എന്ന വിശ്വാസമാണ്. ഉടമ്പടിയിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ജനനത്തിന് മുമ്പേ നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും നമുക്ക് സമർപ്പിക്കാം. കൃപാസനം അമ്മ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെ മുന്നോട്ട്